ഹലോ എവ്രിവൺ, വെൽക്കം ടു മിക്സ് വ്ളോഗ്സ് ഫോർ യു ചാനൽ. ഇന്ന് നമുക്ക് പാലക്കും പച്ചമാങ്ങയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി പച്ചമാങ്ങയും പാലക്കും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പാലക്ക് ആദ്യം നന്നായി വൃത്തിയായി പുഴുവൊക്കെ ഉണ്ടോ നോക്കി കഴുകി നമുക്ക് ഇതേപോലെ അരിഞ്ഞ് മാറ്റി വെക്കാം. അതിന് ശേഷം പച്ചമാങ്ങ തോലൊക്കെ ചെത്തി ഇതേപോലെ അരിഞ്ഞ് അതും മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ പരിപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 3 തരം പരിപ്പ് എടുത്തേക്കുന്നത്. ചെറുപയർ പരിപ്പ്, ചുവന്ന പരിപ്പ്, കറുത്ത ഉഴുന്നിൻ്റെ പരിപ്പ്. ഇത് നന്നായി കഴുകി ഏത് പാത്രത്തിലാണോ നമ്മൾ വേവിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം ഒരു ഉള്ളി എടുക്കുന്നുണ്ട്. ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞിടുക. അതിനുശേഷം ഒരു 4 പച്ചമുളക് 2ആയി കീറിയിടുന്നുണ്ട്. ശകലം ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമ്മൾ സ്റ്റൗവിൽ വേവിക്കാൻ വെക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഞാൻ അങ്ങനെ തന്നെ വേവിച്ച് 15 മിനിറ്റ് ശേഷം നോക്കുമ്പോൾ കണ്ടോ, ഇതാ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമാങ്ങ ചേർക്കാം. പച്ചമാങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പാലൊക്കെ ഉണ്ടല്ലോ അത് ചേർക്കണം. അതും ചേർത്തിട്ട് ഈ സമയത്ത് വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. കട്ടിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർത്തില്ല, എനിക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ ഉപ്പും ചേർക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി ഈ മാങ്ങയും ഈ പാലക്കും ഒക്കെ വേകുന്നവരെ നന്നായി തിളപ്പിച്ചെടുക്കണം. വേണ്ട, ഇതേപോലെ തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഞാൻ തിളപ്പിച്ചു കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് വേണ്ടുന്ന താളിപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ശകലം കടുക് ഇടണം. അതിന് ശേഷം ശകലം നല്ല ജീരകം ഇടണം. അതിന് ശേഷം ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഒരു 2-3 വറ്റൽമുളക് 2ആയി മുറിച്ച് അതും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. കുറച്ചൊന്ന് കളർ മാറി വരുമ്പോഴത്തേന് ഒരു നുള്ള് കായം ചേർക്കണം കേട്ടോ. കായം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ കൂട്ടിന് കറിയിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി പാലക്കും മാങ്ങയും കറി റെഡി ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതോടുകൂടി നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.